ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സല്യൂട്ട്. അയ്യോ, പെട്ടെടുത്തിട്ട് പോടൂ. വിവരമില്ലാത്ത ഇവരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ ഞാനാ വിവരമില്ലാത്തവൻ. ശ്ശോ. അയ്യോ, എന്റെ കുറ്റി. എന്തോന്നാടേ ഈ വഴി കിടക്കുന്ന കുറ്റിയൊക്കെയാണോ പെറുകി വലിക്കുന്നത്? ഇത് എന്റെ സ്വന്തം കുറ്റിയാ. ഓഹോ, അപ്പൊ സ്വന്തം കുറ്റിയൊക്കെ ആയിപ്പോയി. ആ, ദൂരെ കളടേ, ദൂരെ കളടാ. എന്താ ഈ അമേരിക്കൻ കമ്പനിയുടെ റേറ്റ് വളരെ കുറവാണല്ലോ മിസ്റ്റർ പിള്ളേ. എന്നിട്ട് അച്ഛനെന്താ കമ്പനി വിട്ടുകളയത്ത്? സാർ, ഈ കമ്പനിയുടെ ഓർഡർ കിട്ടുന്നത് പ്രസ്റ്റീജ് പ്രശ്നമാണ്. കേരളത്തിൽ നമുക്ക് മാത്രമേ ഇവരുമായിട്ട് ഇടപാടുള്ളൂ. പ്രസാദ് മുതലാളി നമ്മളെക്കാൾ കുറഞ്ഞ റേറ്റ് കൊട്ടി നോക്കിയിട്ടും ഫലിച്ചില്ല. സാർ, വീട്ടിൽ മിസ്സസ്. പിണങ്ങാടോ, ഞാനങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഡോക്ടർ പരിമളയോ വന്നിട്ടുണ്ടോ? ഒന്നുകൊടുത്തേ. ഡോക്ടർ, യെസ്, പരിമളയാണ്. മിസ്സസിന് ചെക്കപ്പ് ചെയ്തു. ഒരു സന്തോഷ വാർത്ത. ചെലവ് ചെയ്യണം കേട്ടോ. തൊട്ടിലും ഫീഡിംഗ് ബോട്ടിലും വാങ്ങിക്കാൻ തയ്യാറായിക്കോളൂ. മിസ്റ്റർ പിള്ളേ, ഞാൻ അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോവാണ്. അല്ല, മേനോ മലയാളി ഉണ്ടോ? ഉണ്ട്. എന്തിനാ? ഒന്ന് കാണാനാ. നീ ബേജാറാവണ്ടോ, നമ്മൾ മലയാളിയുടെ ഭയ ഇഷ്ടക്കാരനാ. നീ ആത്തി എന്ന് ഒരു വയസ്സും കാക്ക കാണാൻ വന്നിട്ടുണ്ടെന്ന് പോയി പറ. വണ്ടി പോട്ടെ. താജ് കേപ്പ് വന്ന് ഇന്ന് വന്നതേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഒരു അച്ഛൻ വന്നിട്ടുണ്ട്. താജ് കേക്ക് കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ. ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ വർഷം 2 കഴിഞ്ഞു. മേനോൻകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ പിന്നെ നമ്മൾ ആദ്യമായിട്ടാ വരേണ്ടത്. എന്റെ ഭാര്യ മൃദുല. സലാം. താജ് നമ്മുടെ കല്യാണത്തിന് വന്നില്ലല്ലോ. മാപ്പാക്കണം മേനോൻകുട്ടിയെ. കത്ത് കിട്ടിയപ്പം മുതൽ നമ്മൾ വരാൻ ഒരുങ്ങിയതാ, പക്ഷേ പറ്റിയില്ല. മൃദുല, ഞാൻ പറയാറില്ലേ, താജിക്ക അച്ഛന്റെ ബാല്യകാല സുഹൃത്താ. ഈ മേനോൻകുട്ടി എടുത്ത് വളർത്തിയ തയമ്പ് ഇപ്പോഴും നമ്മൾ ഓർത്തുണ്ട്. അച്ഛനെ വിളിക്കാം. ഒരു താജിക്ക തലേന്ത് ചെയ്തു. നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് സൊസൈറ്റിക്ക് കെട്ടിക്കൊടുത്തിരിക്കുക. അതിനാവശ്യം വരുമ്പോ ഓരോരുത്തരും മേടിക്കാലോ. അവിടെ ഒരു വീടില്ലേ? ഉണ്ടല്ലോ, പലരും വന്ന് ചോദിച്ചു. നമ്മൾ കൊടുത്തില്ല. ഇക്കാലത്ത് ഒഴിപ്പിച്ചെടുക്കാനൊക്കെ വലിയ പാടാ മേനോൻകുട്ടി. ഇരിക്കണോ? ഇപ്പോഴും ജീവിച്ചിരിക്കുന്നോ? അല്ല, നമ്മളെ മയ്യത്താണല്ലോ പെടുത്തി വന്നത്. പിന്നെ എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? ഓ, എന്ത് വിശേഷം? ഒന്നുമില്ല. അല്ല, നിങ്ങൾ വല്ലാണ്ട് തടിച്ചിരിക്കണല്ല. ഈ മൂത്രവും സൂത്രവും ഒക്കെ പരിശോധിക്കണ്ട. താൻ പോണോ അവിടുന്ന്? തന്റെ ഭാര്യയ്ക്ക് മോനൊക്കെ സുഖമാണോ? തന്റെ മോനെ ഞാൻ അവനെ കൈക്കുഞ്ഞായിരുന്നപ്പോ കണ്ടതാ. അവന് ജോലി വല്ലതും ആയോ? അവനിപ്പോ ഗൾഫ് പോകേണ്ട തിടുക്കത്തില്ല. എങ്ങനെയെങ്കിലും വരുന്ന മാസം അക്കരയ്ക്ക് പറഞ്ഞു വിടണം. കൊള്ളാമല്ലോ. പിന്നെ ഒരു കാര്യം, തനിക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായി എന്നോട് ചോദിക്കാൻ പഠിക്കണം. അതെങ്ങനെ മനസ്സിൽ വെച്ചോളി. പിന്നെ ഈ സ്നേഹത്തിനിടയിൽ കായ് വന്നാലേ അതൊരു ഉടക്ക. നമ്മക്ക് എങ്ങനെ സ്നേഹം മാത്രം. വളരെ ശരിയാണ്. പക്ഷെ പിള്ളേ, ആ റിച്ചാർഡ്സിന്റെ ബില്ല് പെൻഡിങ് കാണുന്നുണ്ടല്ലോ. സാർ, അത് നാളെ തന്നെ പ്രസന്റ് ചെയ്യാം. ഗ്രീൻലീസ് ബാങ്കിലേക്കുള്ളതാണ്. അടുത്ത മാസത്തിലെ അക്കൗണ്ട് വരുത്താമെന്ന് കരുതി. യെസ്, പ്രശാന്തൻ ഹിയർ. എന്താ മൃദുലേ? കഴിയുന്ന നേരത്തെ വരാമെന്നേ. സമ്മതിച്ചടോ. ഇപ്പൊ എങ്ങനെയാ മോളെ അങ്ങോട്ട് വരിക? എനിക്ക് ഫയലൊക്കെ നോക്കണ്ടേ? ഫയലും കൊണ്ട് അങ്ങോട്ട് വരാനോ? അതെങ്ങനെയാ മോളെ ശരിയാകുക? ബെഡ്റൂമിൽ വെച്ച് നിനക്ക് പകരം ഫയൽ കൈകാര്യം ചെയ്താൽ മതിയോ? എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. എന്തോന്നാണ് നീ കാണിക്കുന്നേ?
ഇതൊരു ഓഫീസല്ലേ വൃത്തി കാണിക്കുന്നു. ഞാനല്ല അദ്ദേഹം. ഹായ്, മനോഹരമായിരിക്കുന്നു. സത്യത്തിൽ നീ പരിഭവിച്ചിരിക്കുന്ന കാണുമ്പോഴാണ് കൂടുതൽ ഭംഗി. എന്നോടൊന്നും മിണ്ടണ്ട. അയ്യോ, ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല സാറേ. ഞാൻ ആത്മഹത്യ നടത്തിയല്ലേ. ഇന്ന് സിനിമയ്ക്ക് പോകുന്ന കാര്യം ശാന്തട്ട് മറന്നില്ലേ? ഞാൻ മറന്നതല്ല മോളെ. ഇന്നലെ നീ ആവശ്യപ്പെട്ട സാധനം എന്റെ കയ്യിൽ കിട്ടിയപ്പോ സ്വല്പം ലേറ്റായി. സാക്ഷാൽ കോഴിക്കോടൻ ഹൽവ. മുഹമ്മദ് വെച്ചിരുന്നതിന് ഏത്തവിടാങ്കിയത് തരാം. ഓ, എനിക്കെങ്ങും വേണ്ട. നിനക്ക് വേണ്ടല്ലോ? വേണ്ട. ഒരു പാവം ഗർഭിണിയുടെ ആഗ്രഹമല്ലേ എന്ന് കരുതി ആളേച്ചത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ അവിടെ ഒരു ഗമ. എനിക്ക് വേണ്ട, തന്നെ തന്നെ കഴിച്ചാ മതി. അതൊരു ഗർഭം എനിക്കല്ലല്ലോ. എന്നാ നിന്നെ കൊണ്ടൊന്ന് കഴിപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇല്ലേ? ആ, ദേ, ദേ, ദേ. മൃദുലേ, എന്ത് പറ്റി മോളെ? മൃദുലേ, ജയപ്പാ, മെഴുകുതിരി ഇവിടെ എടുത്തിട്ട് വാ. മൃദുലേ, മൃദുലേ, മോളെ, എന്ത് പറ്റി മോളെ? എന്റെ വയറിടിച്ചു. അമ്മേ, അയ്യോ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഡോക്ടർ, മൃദുലയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. പക്ഷേ പക്ഷേ ആ ഇടിയുടെ ആഘാതത്തിൽ ഫലോപ്യൻ ട്യൂബിന് കാര്യമായ ക്ഷതമേറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരിക്കലും മൃദുല ഗർഭം ധരിക്കാതെ സൂക്ഷിക്കണം. ഗർഭം ധരിച്ചാൽ അപകട സാധ്യത ഉണ്ട്. ഡോക്ടർ, ഞാൻ 3 ദിവസമായി ഒരേ ഇരിപ്പല്ലേ. ഒന്ന് പോയി കുളിച്ച് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് വാ. മോനെ, ഇതൊക്കെ സാധാരണയാ. ഇതിൽ ഇത്ര സങ്കടപ്പെടാനൊന്നുമില്ല. ആ കുഞ്ഞ് നമുക്ക് വിധിച്ചതല്ലെന്ന് കരുതിയാ മതി. ആ, നിന്റെ അച്ഛന് പറഞ്ഞോ? അച്ഛൻ കൽക്കട്ടയിലാണ്. ഞാൻ വിവരം അറിയിച്ചില്ല. മോൻ വീട്ടിൽ പോയി ഡ്രസ്സെങ്കിലും ഒന്ന് മാറ്റിട്ട് വാ. പോയിട്ട് വരൂ ശാന്തട്ട. ഇവിടെ ഇപ്പോ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ. എപ്പോഴും നീ പടങ്ങളിൽ നോക്കണം. എന്തിനാ ചേട്ടാ? എന്നാലേ ഇതുപോലെ സുന്ദര കുട്ടിയെ പ്രസവിക്കാൻ പറ്റും. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ മനസ്സിൽ ഒരു രൂപം സ്ഥിരമായിട്ടുണ്ട്. ആരുടേതാ? അവതോച്ചന്റെ ആണോ? ഒരു ബച്ചന്റെ അല്ല, എന്റെ ശാന്തേട്ടന്റെ. എനിക്കത് മതി. സാർ, അവിടെ വെച്ചേക്കും. ഓ, എന്തോ ഈ ഫോട്ടോകളല്ലേ ഇവിടെ നിർത്ത് മാറ്റിയേക്കും. സാർ, ഫോട്ടോ എല്ലാം താഴ്ത്തിറക്കി. ആ, അല്ല സാർ, ഇത് എവിടെ വെക്കണം?
ആ സ്റ്റോർ റൂമിൽ വെച്ചേക്കൂ. ഓ ഏപ്പാ, എന്തോ നിനക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളുടെ എല്ലാം ഫോട്ടോ വാങ്ങി അവിടെ വെച്ചേക്കൂ. ഇതെന്താ ശാന്തേട്ടാ, എന്തിനാ ആ ഫോട്ടോകളെല്ലാം മാറ്റിയത്? ഒന്നുമില്ല, ഇതാണ് നല്ലതെന്ന് തോന്നി. എന്നാലും ദൈവങ്ങളുടെ ഫോട്ടോ ബെഡ്റൂമിൽ വെക്കുന്നത് ശരിയല്ല കേട്ടോ. ദൈവങ്ങളുടെ കണ്ണുവെട്ടിക്കാൻ നമുക്ക് കഴിയില്ല മോളെ. ഡോക്ടർ വന്നിട്ടുണ്ട്, മോളിവിടെ ഇരിക്കെ, സ്റ്റെപ്സ് ഇറങ്ങണ്ട. ഡോക്ടർ തന്നെ ഈ കാര്യം മൃദുലയോട് പറഞ്ഞ് മനസ്സിലാക്കണം. അതിനാണ് ഞാൻ വിളിപ്പിച്ചത്. ഓഫ് കോഴ്സ്. ഒരു കാര്യം കൂടി ഡോക്ടർ കേൾക്കണം. ഇത് മറ്റാരും അറിയരുത്. എന്റെ അച്ഛൻ അറിഞ്ഞ കുഴപ്പമാണ്. കുടുംബത്തിനൊരു അവകാശം ലഭിക്കാൻ വേണ്ടി മറ്റൊരു വിവാഹത്തിന് അച്ഛൻ എന്നെ നിർബന്ധിക്കും. എന്റെ മൃദുലയെ പിരിയാൻ എനിക്കൊരിക്കലും കഴിയില്ല ഡോക്ടർ. ഓക്കെ. മിസ്റ്റർ പ്രശാന്തൻ, ഞാൻ മൃദുലോട് സംസാരിച്ചു. അവൾ അല്പം അപ്സെറ്റാണ്. നിങ്ങൾ സമാധാനിപ്പിക്കണം. മാസം തോറും ആ ടാബ്ലറ്റ്സ് കഴിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ കൂടെ കൂടെ വന്ന് നോക്കിക്കോളാം. താങ്ക് യു ഡോക്ടർ. അറിയാതിരിക്കും, ഇത് നമ്മുടെ വിധിയാണ്. ഞാനൊരു അമ്മയാകാൻ കഴിയാത്ത പാവിയല്ല ചേട്ടാ. നിങ്ങളെല്ലാവരും എന്നെ വെറുക്കില്ലേ? നിന്നെ ആരും വെറുക്കില്ല. ഇതാരും അറിയാനും പോകുന്നില്ല. ശാന്തേട്ടനോ? എന്റെ മോളെ, നിന്നെ ഞാൻ വെറുക്കാനോ?